കാസർഗോഡ് ആചാരപരമായ പ്രവേശനത്തിന് നിയന്ത്രണമുണ്ടായിരുന്ന ക്ഷേത്ര നാലമ്പലത്തിൽ പ്രവേശിച്ച ജനങ്ങൾ. പിലിക്കോട് ശ്രീ രയരമ്പലം ഭഗവതി ക്ഷേത്രത്തിലാണ് പ്രവേശിച്ചത്. നിലവ് പുരുഷ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങളാണ് നാലമ്പലത്തിൽ പ്രവേശിച്ചത്. ഇത് രേരമംഗലം ക്ഷേത്രമാണ്. അതിന് നാലമ്പലത്തിലാണ് ജനങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അരുൺ പാർക്കിൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാനോട്. അരുൺ പറയൂ. ഇപ്പോഴും കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ നാലമ്പലത്തിനകത്തേക്ക് ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. എന്തായാലും അതിനെ മാറ്റിക്കൊണ്ട് പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാസർഗോഡ് പിലിക്കോട് ശ്രീ രയരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മാറ്റമുണ്ടായിരിക്കുന്നത്. നിലവ് പുരുഷ സ്വയം സഹായ സംഘം എന്നുള്ള രീതിയിൽ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. അവരാണ് ഇതേക്കുറിച്ച് ചിന്തിച്ചത്. അവർ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഈ ഒരു സ്വയം സഹായ സംഘത്തിൽ അവതരിപ്പിച്ച് എല്ലാ അംഗങ്ങളും ഇതിനൊരു അനുകൂല സമീപനമെടുത്തു. അതിനുശേഷം ഒരു ജനകീയ സമിതി രൂപീകരിച്ചു. ആ ജനകീയ സമിതിയിൽ പ്രദേശത്തെ ഈ കലാകാരന്മാരും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരായ ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സമ്മതത്തോടു കൂടി തന്നെ തന്ത്രിയുമായി സംസാരിച്ചു. അതിനുശേഷമാണ് മറ്റൊരു പ്രശ്നങ്ങളും, അതായത് ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾക്ക് ലംഘനമുണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെ 8:30 ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്തേക്ക് ഇവർ പ്രവേശിച്ചത്. എന്തായാലും ഒരു ചരിത്രപരമായ തീരുമാനമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ ഈ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അവിടേക്ക് നമ്പൂതിരി വാര്യർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ 8:30 ഈ നിലവ് പുരുഷ സ്വയം സഹായ സംഘത്തിലെ മുഴുവൻ അംഗങ്ങളും ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർ ചരിത്രപരമായ തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി ഇത്തരത്തിൽ, അതായത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഇല്ലാത്ത ക്ഷേത്രങ്ങൾ കൂടെ ഈ ഒരു കാര്യം പിന്തുടരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ജി കെ.